ഉപതെരഞ്ഞെടുപ്പിൽ വയനാടും ചേലക്കരയും ജനവിധി എഴുതി. ചേലക്കരയിൽ 73%, വയനാട്ടിൽ 64%മാണ് പോളിംഗ്. കഴിഞ്ഞ പ്രാവശ്യം 72.9% വോട്ട് രേഖപ്പെടുത്തിയ വയനാട്ടിൽ പോളിംഗ് കുത്തനെ കുറഞ്ഞു. അന്തിമ കണക്ക് വൈകാതെ പുറത്തുവരും. ചേലക്കരയിൽ വോട്ടിംഗ് മന്ദഗതിയിലായ ചില ബൂത്തുകളിൽ പോളിംഗ് ഇപ്പോഴും തുടരുകയാണ്. കെ അഖിൽ തിരുവില്ലാമലയിൽ നിന്നും, വയനാട്ടിൽ നിന്ന് ഷിത ജഗത്തും എം കെ ഷുക്കൂറും നടരാജ് പരശുരാമും ചേലക്കര മണ്ഡലത്തിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ഷിത ജഗത്തിലേക്ക് പോവുകയാണ്. ഷിത, വയനാട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയനാട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി അവിടെ വരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ അരങ്ങേറ്റം എന്നുള്ള നിലക്ക് ദേശീയ ശ്രദ്ധ ആകർഷിച്ച തിരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടന്നത്. പക്ഷേ ആ ആവേശവും ആ പ്രതീക്ഷയും ഇല്ലാതാകുന്ന തരത്തിലാണ് അവിടുത്തെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത്രത്തോളം കുറയാനുള്ള സാധ്യത UDF-കാരെങ്കിലും മുൻകൂട്ടി കണ്ടിരുന്നു? UDF-കാർ അത് മുൻകൂട്ടി കണ്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ കണ്ടിട്ടും അവർ പണിയെടുത്തിട്ടും കാര്യമുണ്ടായിട്ടില്ല എന്നും വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 അപേക്ഷിച്ച് 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാൻ വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കൂടിയിരുന്നു. 73-80 എന്നുള്ളതിൽ നിന്നൊരു 8% പോളിംഗെങ്കിലും കുറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള പണി UDF ക്യാമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. UDF നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ 2024 പോളിംഗ് ശതമാനം കുറഞ്ഞ സ്ഥലങ്ങളെല്ലാം കണ്ടെത്തിക്കൊണ്ട് അവിടങ്ങളിലുള്ള വോട്ടർമാരെ കൃത്യമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്, അതിനുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അത് എത്രത്തോളം വിജയിച്ചു എന്ന് തന്നെ വേണം ഈ ഒരു പെർസെൻറ്റേജ് കാണുമ്പോൾ. 64.54 എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന, ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കണക്ക്. അതിനി കുറച്ചുകൂടെ കൂടും, കാരണം എല്ലാ ബൂത്തുകളുടെയും ക്രോഡീകരിച്ച ഒരു കണക്ക് എത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ തവണത്തേത് പോലെ ഉള്ളൊരു പോളിംഗ് ശതമാനത്തിലേക്ക് വയനാട് എത്തില്ല എന്നുള്ളതാണ്. 70%-ഓളമെങ്കിലും എത്തിയാലായി എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ LDF സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് UDF രാഷ്ട്രീയം പറയാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ മത്സരിക്കാനെത്തുമ്പോൾ രാഷ്ട്രീയം പറയാതെ സഹോദര ബന്ധം ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വോട്ട് പിടിച്ചു. അതെല്ലാം തന്നെ ആളുകളെ പോളിംഗ് ബൂത്തിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി മത്സരിച്ചു, വീണ്ടും ജയിക്കുന്നു, എന്നിട്ടും അദ്ദേഹം ഇവിടെ വിട്ടേച്ചു പോയി, ഈ വയനാടിനെ ഉപേക്ഷിച്ചു പോയി. അതും ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിലയിരുത്തുമ്പോൾ കണക്കാക്കാവുന്ന ഒരു ബൈ ഇലക്ഷനാണ്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി വീണ്ടും മത്സരിക്കാനെത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധി എന്തായാലും ജയിക്കും, പിന്നെ എന്തിനു വോട്ട് ചെയ്യണമെന്ന് ഒരു വിഭാഗം ആളുകളെങ്കിലും കരുതിയിട്ടുണ്ടാകും. മെനക്കെട്ട് ഇത്രയും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് പോവുകയാണ്, വോട്ട് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ വേണോ എന്നുള്ളൊരു മടിയോ മറ്റെന്തെങ്കിലും ആളുകളെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാകാം. മറ്റൊന്നുള്ളത്, ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവരെയൊക്കെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, ഇത്തവണയും ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും തന്നെ മറ്റേ ഈ ജില്ലയ്ക്ക് പുറത്തുള്ള ആർക്കും തന്നെ ലീവോ അവധിയോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ഒരു അവധി എടുത്ത് ഒരു ബൈ ഇലക്ഷന് വീണ്ടും വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടാകില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ഒരു വിമുഖത കണ്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും UDF-നെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. LDF പറയുന്നത് അവർ കൃത്യമായി അവരുടെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഏതൊക്കെ മേഖലകളിലാണ്, അതായത് UDF-ന് മേൽക്കോയ്മയുള്ള മേഖലകളിലാണോ പോളിംഗ് ശതമാനം ഏറ്റവും കുറഞ്ഞത് എന്നുള്ള കണക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിലുള്ള കണക്ക് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഒരു വിശകലനാത്മകമായി പറയാൻ സാധിക്കുക? നമുക്ക് നിയമസഭാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മാനന്തവാടിയിൽ 63.84% പോളിംഗ്. ഒപ്പം സുൽത്താൻ ബത്തേരിയിൽ 62.40, കൽപ്പറ്റയിൽ 65.18, തിരുവമ്പാടി 66.27, ഏറനാട് 69%, നിലമ്പൂരിൽ 61%, വണ്ടൂരിൽ 64%. അപ്പോൾ ഏറനാട് മാത്രമാണ് ഒരു 70% എത്തുന്നു എന്ന് പറയുന്നത് നമുക്ക് ഏറനാട് മാത്രമാണ്. പിന്നീട് കൂടുന്ന വോട്ടിംഗ് ശതമാനം കൂടുതലുള്ളത് തിരുവമ്പാടി മണ്ഡലമാണ്. അത് ഒരുപക്ഷെ CPM-ന് അല്ലെങ്കിൽ LDF-ന് അനുകൂലമായി വരാവുന്ന ഒരു മണ്ഡലമാണ്. കൽപ്പറ്റയിൽ
65% ഉള്ളൂ. നമ്മൾ ഈ കണക്ക് പറയുന്നതിന് ഒരു കാരണം പ്രധാനമായും ഈ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ കൂടുതൽ എത്തുമെന്നുള്ളൊരു കരുതലുണ്ട്. പ്രത്യേകിച്ചും പ്രിയങ്കയ്ക്ക് വലിയ ഭൂരിപക്ഷം, നമ്മൾ പ്രിയങ്കയുടെ പ്രചാരണത്തിലൊക്കെ കണ്ടിരുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യുമെന്നുള്ള അർത്ഥത്തിലൊക്കെ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രചാരണത്തിൽ കണ്ട ആൾക്കൂട്ടം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു വോട്ടിംഗ് ശതമാനം കണ്ടാൽ പോരാ, അത് ഇതിലും കൂടേണ്ടതുണ്ട്. അപ്പോൾ UDFന്റെ പ്രചാരണത്തിന് എത്തിയിരിക്കുന്ന ആളുകൾ ഈ മുഴുവനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്ന ഒരു പ്രാഥമികമായുള്ളൊരു വിലയിരുത്തലാണ്. അത് പൂർണ്ണമായും LDF വോട്ടുകൾ പൂർണ്ണമായും പെട്ടിയിലാക്കി എന്നുള്ളതല്ല അതിനർത്ഥം. LDFന്റെ വോട്ടിൽ കൂടി ചോർച്ച വന്നിട്ടുണ്ടാകാം. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഒരു പക്ഷേ ഇത്ര പോളിംഗ് ശതമാനം കണ്ടാൽ പോരാ എന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. അതൊരു പക്ഷേ ഈ ബൈ ഇലക്ഷൻ ആയതും രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ച് പിന്നീട് ഇവിടെ നിന്ന് പോയതും അതെല്ലാം തന്നെ ഒരു പക്ഷേ ഒരു കാരണമായിട്ടുണ്ടാകാം. നൗഫൽ, യെസ്, സാധാരണ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഒരു പോളിംഗിലുണ്ടാകുന്ന കുറവും ഇത്തവണ പ്രത്യേകമായി ദർശിക്കേണ്ടതുണ്ട്. ഏതായാലും വയനാട് പോളിംഗ് ശതമാനം നിയമസഭാ മണ്ഡലം തിരിച്ചു പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ: മാനന്തവാടി 63.48%, കൽപ്പറ്റ 65.03%, ഏറനാട് 68.97%, സുൽത്താൻ ബത്തേരി 62.1%, തിരുവമ്പാടി 66.05%, നിലമ്പൂർ 61.46%. അതായത് ഏറനാട് മണ്ഡലത്തിൽ, മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമായ ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിനി ചേലക്കരയിലെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ചേലക്കരയിൽ ചില ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് തുടരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം.